ഇന്നത്തെ എൻ്റെ ദോശയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട്. നമ്മൾ പണ്ടൊക്കെ കഴിക്കുമായിരുന്ന ദോശയുടെ അകത്ത് തേങ്ങ ഇട്ടിട്ടുള്ള ഒരു ദോശ നമ്മൾ പണ്ടൊക്കെ ഉണ്ടാക്കുമായിരുന്നല്ലേ. ഇതാണ്ടോ, ഞാനിന്നത് ഉണ്ടാക്കിയെടുത്തിരിക്കുകയാണ്. എനിക്ക് രാവിലെ ആയപ്പോൾ ആ പണ്ടത്തെ ഒരു ഓർമ്മ വന്നിട്ട് ഞാനൊരു ദോശ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. ആദ്യം എന്താ ചെയ്യേണ്ടത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും, എന്നാലും ഒന്നുകൂടെ ഞാൻ പറഞ്ഞുതരാമെന്നുള്ളത്. ആദ്യം ദോശയ്ക്ക് നമ്മൾ മാവ് ചുറ്റി ഒഴിക്കുക, എന്നിട്ട് അതിനെ പരത്തുക, എന്നിട്ട് അതിൽ കുറച്ച് തേങ്ങ ഇടുക, വീണ്ടും അതിൻ്റെ പുറത്ത് മാവിടുക, പിന്നെ മറിച്ചും തിരിച്ചും ഇടുക. ഇത്രയേ ഉള്ളൂ. നല്ല അടിപൊളി ദോശ അതാ കിട്ടുന്നതാണ്ടോ. നിറച്ച് തേങ്ങയാണ്, വേറെ കറി ഒന്നും ഇല്ലെങ്കിലും നമുക്ക് കഴിക്കാം. പിന്നെ അതിൻ്റെ കൂടെ വൈറ്റമിൻ വേണമല്ലോ, നമുക്ക് ഒരു ഓംലേറ്റ് എടുത്തിട്ടുണ്ട്. ഈ ദോശയ്ക്ക് ബെസ്റ്റ് കോമ്പിനേഷൻ എന്തെന്ന് പറഞ്ഞാൽ മുളക് ചമ്മന്തിയാണ്. മുളക് ചമ്മന്തി എന്ന് പറഞ്ഞാൽ ഉഴുന്നും പരിപ്പും കായവും മുളകും ഒക്കെ കൂടെ ഇട്ടിട്ടുള്ള ഉഴുന്ന് ചമ്മന്തിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. നല്ല ടേസ്റ്റാണ് ഇത് രണ്ടും കൂടെ കഴിക്കാനായിട്ട്. വേറെ നമുക്ക് കഴിക്കാനായിട്ട് ഒന്നും വേണ്ട. പിന്നെ കൂട്ടത്തിൽ ഞാൻ എടുത്തേക്കുന്നത് എന്തെന്ന് പറഞ്ഞാൽ ഇച്ചിരി എൻ്റെ ഫേവറേറ്റായ കട്ടൻ ചായയും കൂടെ എടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പം ഞാനൊന്ന് കാപ്പി കുടിക്കാൻ തുടങ്ങട്ടെ.